ഹായ്, എനിക്ക് നിങ്ങളെ അറിയാൻ വഴിയില്ല, നിങ്ങൾക്ക് എന്നെ അറിയാൻ വഴിയില്ല. കാരണം ഒന്നുമല്ല, ഈ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. പണ്ട് ഞാൻ കുറേ ഇടുമായിരുന്നു. പക്ഷെ എന്തോ എവിടെ വെച്ച് സ്റ്റക്കായി പോയി, മൈൻഡൊക്കെ പോയി. കണ്ടന്റ് ഇടാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര എന്തൊക്കെയോ വിളിച്ച് പറയാൻ തോന്നുന്നു. അത് അങ്ങനെയാണല്ലോ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിലെ ഇപ്പോഴത്തെ ഒരു സിനാരിയോ. അപ്പോൾ എന്തായാലും ഇനി ഡെയിലി ഇടാൻ തന്നെയാണ് പ്ലാൻ. നിങ്ങൾക്കൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നിലൂടെ തന്നെ പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്കെല്ലാം തുറന്ന് പറയണം. ഐ മീൻ, ഞാനല്ലേ അങ്ങനെ ആരെയും വിതൗട്ട് ഫിയർ എനിക്ക് എല്ലാം കൂടി എക്സ്പ്ലോർ ചെയ്ത് പറയണം. ആരെയും പേടിക്കാണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ ചെറ്റത്തരങ്ങളെയും അനീതികളെയും വിളിച്ചു പറയാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. വീണ്ടും ഒരുപാട് പൊക്കി പറയണമെന്നല്ല, പൊക്കി പറയുന്നതേ അല്ല, ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻട്രഡക്ഷൻ വേണ്ടേ. ഹായ്, എനിക്ക് നിങ്ങളെയും അറിയാൻ വഴിയില്ല, നിങ്ങൾക്ക് എന്നെ അറിയാൻ വഴിയില്ല. കാരണം ഞാൻ ഈ ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. പണ്ട് കുറേ ഇടുമായിരുന്നു, ഷോർട്സ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഇടയിൽ വെച്ച് കുറച്ച് സ്റ്റക്കായി പോയി, കുറേ റീസൺസ് കാരണം. സോ എന്തായാലും വീണ്ടും ഒരു റീസ്റ്റാർട്ട് ഞാൻ നല്ലപോലെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ കറണ്ട് സിനാരിയോയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോളിൽ, എസ്പെഷ്യലി നമ്മുടെ KBFCയുടെ കാര്യത്തിൽ. അപ്പോൾ എന്തായാലും കുറേ കാര്യങ്ങൾ സംസാരിക്കണം. നിങ്ങളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഉറപ്പായിട്ടും വെട്ടി തുറന്ന് പറയും. അതുകൊണ്ട് കണ്ടന്റിൻ്റെ കാര്യത്തിലും പ്രസൻറ്റേഷൻ്റെ കാര്യത്തിലും ഞാൻ ഒരു രീതിക്കും വിട്ടുവീഴ്ച ചെയ്യാൻ പോകുന്നില്ല. പറയാനുള്ളത് പട്ടാന്ന് ഞാൻ മുഖത്തടിച്ച പോലെ തന്നെ പറയും. അതിൽ എനിക്ക് 100% ഉറപ്പാണ്, വിത്തൗട്ട് എനി ഫിയർ. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഓൾവേസ് വെൽക്കം, സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്, ഞാൻ എന്താ ഇപ്പോൾ എക്സ് എടുത്ത് നോക്കിയപ്പോൾ, അതായത് ട്വിറ്റർ എടുത്ത് നോക്കിയപ്പോൾ ഒരു പേജിൽ കണ്ടാണ് നമ്മുടെ ഡേവിഡ് കാറ്റാല ആഫ്റ്റർ റിസൈനിങ് KBFC, പുള്ളിയുടെ ഒരു റീസെൻറ്റ് സെഷനിൽ പുള്ളി ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. നമ്മളെ ഇപ്പോഴത്തെ ഫോറിൻ പ്ലേയേഴ്സ് അല്ലേ, ആ ഫോറിൻ പ്ലേയേഴ്സ് ഫ്രീ ആയിട്ടാണ് അത്ര കളിക്കുന്നത്. ലൈക്ക് എന്താ പറയുക, അവർക്ക് സാലറി പോലും ഇല്ല എന്നാണ് പുള്ളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. മീൻസ് മേ ബി ഇതൊക്കെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും, അവന്മാർക്ക് പൈസ ഉണ്ട്, അതുപോലെ കാര്യം. ചുമ്മാ ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഫാൻസിനായിട്ട് വട്ടം കളിപ്പിക്കുകയാണ്. നമുക്ക് ഈ പ്രാവശ്യം ഇങ്ങനെ പറ്റുള്ളൂ, നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഇത് ഒന്നുമല്ല, ചുമ്മാണ്. പൈസയൊക്കെ ഉണ്ട്, കൊടുക്കാൻ മടി, അത്രേ ഉള്ളൂ. ഉള്ളതിനൊക്കെ വിറ്റ് തുളച്ചിട്ട് പൈസ ഇങ്ങോട്ട് വാങ്ങിക്കാന്നല്ലാണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഈ ക്ലബിനെ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ അങ്ങനെ ഒരു മൈൻഡൊന്നും ഒരിക്കലില്ലല്ലോ. സോ കാറ്റല്ല പറയണത്, ഇത്രയും ലോ ക്വാളിറ്റി പ്രൊഫൈലുള്ള പ്ലെയേഴ്സിനെയാണ് ആൾക്ക് കൊടുത്തിട്ടുള്ളത്. അതിന് ഞാൻ എങ്ങനെ റിസൾട്ട് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, വിത്തൗട്ട് എനി സാലറി, ഇപ്പോഴും അവർക്ക് സാലറി കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. അവരുടെ പ്ലെയേഴ്സിന്റെ നിലവാരം ഒന്ന്, വിത്തൗട്ട് സാലറിയിലാണ് അവർ. ഈവൻ മേ ബി അഡ്വാൻസ് എന്തെങ്കിലും ചെറിയ എമൗണ്ട് കൊടുത്തിട്ടുണ്ടെന്നല്ലാണ്ട് അവരുടെ ഒരു പേയ്മെന്റ്, മീൻസ് ഒരു പ്ലെയറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പേയ്മെന്റ് ഉണ്ടാവില്ല, അതൊന്നും അവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. സോ വിത്തൗട്ട് എനി സാലറി ആൻഡ് അവരുടെ ഒരു മീൻസ് ആ ഒരു പ്ലെയർ ക്വാളിറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ദെൻ ഇത്രയും വലിയ ക്ലബായിട്ടുള്ള KBFC എങ്ങനെ ഒരു, ഇത് ലിറ്ററലി കണ്ണിൽ പൊടിയിടുന്ന പരിപാടി തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിന് എങ്ങനെ വേണമെന്നൊന്നും അറിയില്ല. ലിറ്ററലി ഇത്രയും ഫാൻ ഫോളോവിങ് ഉള്ള, ഇത്രയും ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു ഫുട്ബോൾ ക്ലബ്ബ്, അതും കേരളത്തിൽ നിന്ന് ഇത്രയും, നമ്മുടെ മലയാളത്തിനെ കുറിച്ച് അറിയാലോ. എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ പൊക്കി ആകാശത്തോട്ട് എത്തിക്കും, ചീത്തയാണെന്നുണ്ടെങ്കിൽ പൊക്കി ആകാശത്തോട്ട് എത്തിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ, രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെ. അപ്പോൾ ഇത്രയും ബ്രാൻഡ് വാല്യൂയും ഇത്രയും ഫാൻ ഫോളോയിങ് ഉള്ള ഈ ഒരു ക്ലബിൻ്റെ ഓണേഴ്സാണ് ഇത്രയും ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ഷെയിം തോന്നണം. ലൈക്ക് ബാക്കി ചെറിയ ചെറിയ ക്ലബ് അടക്കം അവരുടെ ക്ലബിനെ വലുതാക്കണം. നാളത്തേക്ക്, അതായത് ഇന്ത്യൻ ഫുട്ബോളിന് ആണെന്നുണ്ടെങ്കിലും അവരുടെ സ്വന്തം ക്ലബിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒരു വിഷൻ കണ്ടിട്ടാണ് അവർ ഓരോ പരിപാടിയും ചെയ്യണം. പക്ഷെ ഇവന്മാർ ഞാൻ എന്താ ചെയ്യുക? തെറി വിളിക്കാൻ പോയാൽ ബ്ലോക്ക് ആക്കും. അതാണ്, എനിക്ക് തെറി വിളിക്കാൻ പാടില്ല. തെറി വിളിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. തെറി വിളിക്കാം, അവിടെ പോയി വിളിക്കാൻ പാടില്ല. നമുക്ക് ഇങ്ങനെ വിളിക്കാം, ഐ മീൻ ഇവിടെ ഇരുന്നിട്ട് അവരെ വിളിക്കാം. അവരെന്നെ ബ്ലോക്ക് ആക്കില്ലല്ലോ. നമുക്ക് നോക്കാം, എന്തെങ്കിലും ആവട്ടെ. സോ കാറ്റാല പറഞ്ഞ ഇതാണ്. ഇനി ഇതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ തോന്നുക ഈ KBFC ഓണേഴ്സിൻ്റെ അടുത്ത്. മാഗ്നം ഔട്ട്, അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. മാഗ്നം ഔട്ട് ബൈ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീഡിയോസ് ഇനി ഡെയിലി ഇടാൻ നോക്കാം. എൻ്റെ ഒരു സംസാര ശൈലി ഇതാണ്. നമ്മുടെ ചാനലിൽ എങ്ങനത്തെ വീഡിയോസ് വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കണം.
പറയാനുള്ളത് ഓപ്പണായിട്ട് അങ്ങോട്ട് പറയാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ഒരുമാതിരി ഡ്രാമ കളിച്ച് നടക്കാതെ നമുക്ക് പറ്റൂല. നമുക്ക് പറയാനുള്ളത് ഓപ്പണായിട്ട് പറയാം. സോ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് നാളെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോഴും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഓൾവേസ് വെൽക്കം ടു ദ ഫാമിലി. വിത്തൗട്ട് എനി ഫിയർ നമുക്ക് പറയാനുള്ളത് നമുക്ക് ഈ ചാനലിലൂടെ പറയാം. ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.